താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ കീഹോൾ സർജറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനുള്ളിൽ വരുന്നൊരു സർജറിയാണ് ഹിസ്ട്രോസ്കോപ്പി. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പ്രത്യേകത തന്നെ വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി വയറ്റിനുള്ളിൽ ചെന്ന് സർജറി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹിസ്ട്രോസ്കോപ്പിയിൽ മുറിവുകളെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നേരെ തന്നെ ഹിസ്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന വളരെ കനം കുറഞ്ഞൊരു ഉപകരണം യൂട്രസിനുള്ളിലേക്ക് കടത്തി യൂട്രസിന്റെ അകം കണ്ട് അതിലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കുകയും അപ്പോൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഹിസ്ട്രോസ്കോപ്പി. അപ്പോൾ എന്ത് കണ്ടീഷൻസിലൊക്കെയാണ് നമുക്ക് ഹിസ്ട്രോസ്കോപ്പി ആവശ്യം വരിക? ഗർഭപാത്രത്തിന് ഉള്ളിലേക്ക് തള്ളുന്ന മുഴകൾ, അത് ഫൈബ്രോയിഡ് ആകാം, പോളിപ്പ് ആകാം, അങ്ങനത്തെ അസുഖങ്ങൾ നീക്കം ചെയ്യാൻ ഹിസ്ട്രോസ്കോപ്പി ഹെൽപ്പ് ചെയ്യും. പിന്നെ ജന്മനാ ഉള്ള സെപ്റ്റേറ്റ് യൂട്രസ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇവിടെ യൂട്രസിന്റെ അകത്ത് ഒരു ഭിത്തി ഉണ്ടാവുകയും ആ ഭിത്തി കാരണം യൂട്രസിന്റെ അറ രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്യും. ഈ ഭിത്തി നമുക്ക് ഹിസ്ട്രോസ്കോപ്പ് വഴി റിമൂവ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് യൂട്രസിനെ നോർമൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ പൊതുവെ ഈ സെപ്റ്റം ഒക്കെ ഉള്ളവർക്ക് പറ്റുന്നത് ഒരുപാട് അബോർഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമുക്ക് ഈ സർജറി വഴി കുറയ്ക്കാം. പിന്നെ IVFന് പോകുന്ന ദമ്പതിമാർക്ക് നോർമലായിട്ട് തന്നെ, റുട്ടീനായിട്ട് തന്നെ യൂട്രസിന്റെ അകം കാണാനും യൂട്രസിന്റെ അകം നോർമലാണ്, ഒരു ഭ്രൂണം ഉറയ്ക്കാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണ് അതിനകത്തുള്ളതെന്ന് ഉറപ്പുവരുത്താനും ഹിസ്ട്രോസ്കോപ്പി ഹെൽപ്പ് ചെയ്യും. ബ്ലീഡിംഗ് കംപ്ലൈന്റുകളുള്ള സ്ത്രീകൾക്ക്, അത് ആർത്തവ വിരാമത്തിന് മുന്നേ ആവാം അല്ലെങ്കിൽ അതിന് ശേഷമാകാം, അബ്നോർമലായിട്ട് ബ്ലീഡിങ് വരുമ്പോൾ അതിന് കാരണം കണ്ടെത്താനും ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും ബയോപ്സി എടുക്കാനും ഒക്കെ ഹിസ്ട്രോസ്കോപ്പി ഉപകരിക്കും. അപ്പോൾ ഹിസ്ട്രോസ്കോപ്പിയുടെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ മുറിവുകളൊന്നും ഇല്ലാതെ ഉള്ള ഒരു സർജറിയാണ്. അതുകൊണ്ട് തന്നെ മുറിവിന്റെ വേദന, മുറിവ് പഴുക്കുമെന്ന പേടി ഒന്നുമേ ഇതിന് ആവശ്യമില്ല. മാത്രമല്ല ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വരുന്ന ദിവസങ്ങളും വളരെ കുറവാണ്.